ഇല്ലെന്ന് എടുക്കുമ്പോൾ അറിയിക്കില്ലേ, നിങ്ങളെ അറിയിക്കില്ലേ? എവിടെ? അവിടെ പോയി ചോദിച്ചല്ലേ, സമ്മതിച്ചേ. ഞാൻ പറയില്ലേ, നിങ്ങൾ രാവിലെ ഒരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങൾ തന്നെ ചെന്ന് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും. ആകാശത്ത് നിന്നാണ് വാർത്ത ഉണ്ടാക്കുന്നത്, പല വാർത്തകളും ആകാശത്ത് നിന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ എല്ലാവരെയും അല്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യതയെ പോവുള്ളൂ. പിന്നെ എല്ലാ പാർട്ടികൾക്കും ഒരു പ്രൊസീജിയറില്ലേ. ഇപ്പോൾ എന്നോട് ചോദിക്കും എന്താ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ? CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. തിരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നു, അവരതുകൊണ്ടാണ് മാറ്റിവെച്ചത്. അവരതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർക്ക് അനൗൺസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്കും തിരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യഘട്ടം എപ്പോഴേ ഞങ്ങൾ തീരുമാനം ചോദിച്ചേക്കുമല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴേ പറഞ്ഞു 50 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ അന്നത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം പ്രഖ്യാപിക്കുന്ന ദിവസം ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. മറ്റേത് വേണമെങ്കിൽ 24 മണിക്കൂറിനകം അടുത്ത ലിസ്റ്റും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ചോദിക്കുകയാണ് ഈ തിങ്കളാഴ്ച എങ്ങനെ ഇത് അനൗൺസ് ചെയ്തിട്ട് മെയ് ആദ്യ വാരത്തേക്ക് തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് മാറ്റിയല്ല, പെട്ടുപോവില്ലേ? അതല്ലേ CPM അനൗൺസ് ചെയ്യാത്തത്? അത് കോൺഗ്രസിൽ എന്തോ കുഴപ്പമാണ്, UDF-ൽ എന്തോ കുഴപ്പമാണെന്നുള്ള മട്ടിൽ ഇത് തന്നെ ചോദിക്കല്ലേ ദയവ് ചെയ്ത്. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഇത് വൈകി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് മാർച്ച് 1-നാണ് അനൗൺസ് ചെയ്തത്. ഇതിപ്പോൾ 15ആയി. ഇപ്പോഴും ഈ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുകയാണ് പല സ്ഥലത്തും. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇലക്ഷൻ കമ്മീഷനും പല സ്ഥലത്തും സന്ദർശനം നടത്തുകയാണ്. ഇനി വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നടത്തൂല്ലെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രായോഗികമായി ഞാൻ CPM-നെ കളിയാക്കിയല്ല പറഞ്ഞത്. അവർ 8-ാം തീയതി അനൗൺസ് ചെയ്യാന്നുണ്ട്, അവർ മാറ്റിവെച്ച് ഇതേ കാരണം കൊണ്ടാണ്. ഞാൻ അവരെ പരിഹസിച്ചല്ല പറഞ്ഞത്, അവരും ഇതേ കാരണം കൊണ്ടാണ് മാറ്റിവെച്ചത്. BJP അതുകൊണ്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് UDF-ഉം കോൺഗ്രസും ഉള്ളത് അതൊക്കെ അങ്ങനെയല്ലേ. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് പലതരത്തിൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുക. അപ്പം നമ്മളതെല്ലാം കൂടി നോക്കിയിട്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഞാനും പണ്ട് പോയിട്ട് 96-ൽ NSY സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നോട് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞു, KPC പ്രസിഡന്റിനോടും അന്നത്തെ CLP ലീഡറോടും, അന്ന് വയലാർ രവി, K കരുണാകരൻ, അതുപോലെ AK ആന്റണി, ഞാൻ ആ 3 പേരോടും പോയി പറഞ്ഞു എനിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കാമെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ സമ്മർദ്ദമല്ലേ? ഞാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ്, പിന്നെ ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഞാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കാം, ഞാൻ മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് 30 കൊല്ലം മുമ്പ്, മനസ്സിലായില്ലേ? അതിനൊക്കെ എന്താണ് തെറ്റ്? എല്ലാ പാർട്ടിയിലും ഇല്ലേ? പല പാർട്ടിയിലും ഇപ്പോൾ സീറ്റ് കിട്ടാൻ്റെ ആളുകൾ പുറത്തിറങ്ങണ കണ്ട. പണ്ട് കോൺഗ്രസിലൊക്കെ മാത്രമേ UDF-ലൊക്കെ ഉള്ളൂ, ഇപ്പോൾ അതൊന്നും അല്ല. നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാൻ.